സോ ഇന്ന് നമ്മൾ പാർട്ട് ബി ബഡ്ജറ്റിംഗ് എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. സോ നമ്മുടെ എ സെഷൻ കഴിഞ്ഞിട്ടുള്ള പാർട്ട് ബി ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന സെഷനാണ് നമ്മളിന്ന് എടുക്കുന്നത്. സോ ബഡ്ജറ്റിംഗ് ഓവറോൾ ഒരു തിയറി പോർഷനാണ്. കാരണം ഇതിൽ ഒരുപാട് പറയുന്നത് ബഡ്ജറ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണ്, അതും പ്ലാനിങ്ങും തമ്മിലുള്ള ലിങ്ക് എന്തൊക്കെയാണ്, അല്ലേ, ഏതൊക്കെ തരം ബഡ്ജറ്റുകളുണ്ട്, ഓരോ ബഡ്ജറ്റിൻ്റെയും മെറിറ്റ് എന്താണ്, ഡീമെറിറ്റ് എന്താണ് എന്നിങ്ങനെ വളരെ വിശദമായിട്ട് ബഡ്ജറ്റുകളെ കുറിച്ച് പറയുന്ന ഒരു പോർഷനാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഈ പോർഷൻ. സോ ഇതെടുക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം, അതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ വായിച്ചിരിക്കണം. കാരണം ഈ ഇത്തരം തിയറി പോർഷനുകളിൽ നിന്ന് എക്സാമിന് ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് വരാം, ചോദ്യങ്ങൾ വരാം. നമ്മളൊരു പ്രാക്ടിക്കൽ സെഷൻ, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ചോദ്യം കൃത്യമായി ചെയ്താൻ അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതുതരം ചോദ്യങ്ങൾ തന്നാലും അതിനാവശ്യമുള്ള ഇൻഫോർമേഷൻ അതിൽ നിന്ന് എടുത്ത് അത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ തിയറി സെഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കാം. സോ തിയറി സെഷൻസ് നിങ്ങൾ എന്തിരിക്കണം, കൃത്യമായി കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം അത് കൃത്യമായി ഒരു തവണ വായിച്ചു എന്ന് ഉറപ്പുകൂടെ നിങ്ങൾ വരുത്തണം. സോ നമ്മൾ ബഡ്ജറ്റിംഗ് എടുക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ബഡ്ജറ്റിംഗിൽ പറയാനുള്ളത് ബഡ്ജറ്റിംഗ് കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ്. സോ ഞാനിവിടെ ഒന്ന് രണ്ട് പോയിന്റ്സുകൾ എഴുതിയിട്ടുണ്ട്. ആ പോയിന്റ്സുകൾ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ടാണ് ബഡ്ജറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. So budgeting is developed in advance of the period it covers and it is based on a forecast and assumptions. അല്ലേ, നമ്മളൊരു പ്രത്യേക സമയത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു ഫോർകാസ്റ്റിൻ്റെയും അസംഷൻസിൻ്റെയും ഒരു കൂട്ടി യോജിപ്പിക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സമയത്തേക്കാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ അസംഷൻസും ഫോർകാസ്റ്റും ചെയ്തുണ്ടാക്കുന്ന ഡീറ്റെയിൽസ് ഡാറ്റേഴ്സിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഉണ്ടാക്കുന്നത്. Okay, and budgeting is not something that is primarily for the purpose of restricting what can we do. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഒന്നല്ല എന്ത്, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് ഇൻറ്റൻറ്റഡ് ഓഫ് എ പ്ലാനിംഗ് ടൂൾ ആൻഡ് ആസ് എ ഗൈഡ് ലൈൻ ഫോർ ഫോളോയിങ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ കമ്പനീസ് പ്ലാൻഡ് ഗോൾസ് ആൻഡ് അച്ചീവ്. അതാണ് കമ്പനിയുടെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൃത്യമായി ഗൈഡ് ലൈൻസ് തരുന്ന, അല്ലെ, കൃത്യമായ നിർദ്ദേശങ്ങൾ തരുന്ന, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി അതിനെ പ്ലാൻ ചെയ്ത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ബഡ്ജറ്റിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, കമ്പനിയുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഗൈഡ് ലൈൻ, അല്ലെ, ഒരു മാർഗനിർദ്ദേശ രേഖ മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ബഡ്ജറ്റിംഗ് ഈസ് developed of the budget may cause previously developed short-term plans by management to require adjustment. അല്ലെ, മാനേജ്മെന്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ പ്ലാനുകളിൽ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റം കൊണ്ടുവരേണ്ടി വരും. എപ്പോൾ, ഈ ബഡ്ജറ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത്. കാരണം എന്ത് ചെയ്യണം, ബഡ്ജറ്റുകൾ നമ്മൾ ഓരോ സമയത്ത് ഉണ്ടാക്കുമ്പോൾ ആ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. സോ പ്രീവിയസ്ലി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല സാധനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, ഒരു കൺട്രോളും ഫീഡ്ബാക്കും ഒക്കെ തരുന്ന ഒരു സാധനമാണ്. അല്ലെ, എങ്ങനെയാണ് നമുക്ക് കൺട്രോളും ഫീഡ്ബാക്കും ഒക്കെ തരുന്നത്, നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയാണ്. സോ ഞാൻ പറയുന്ന ഒരു ബഡ്ജറ്റ്, അടുത്ത വർഷം എൻ്റെ സെയിൽസ് 1,00,000 രൂപയായിരിക്കണം എന്നതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പ്ലാൻ ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ എല്ലാ എംപ്ലോയീസിനെയും അറിയിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് നമ്മൾ അവരെ അറിയിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യും. അവർ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി നമുക്ക് എന്ത് കിട്ടും, 1,20,000 കിട്ടും, അല്ലെങ്കിൽ നമുക്ക് 80,000 കിട്ടും, ചിലപ്പം 1,00,000 തന്നെ കിട്ടിയെന്നും വരാം. സോ നമ്മൾ ആ 1,00,000 അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രവർത്തിക്കും. നമുക്ക് അതുമായിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് കിട്ടും, ഒരു കൺട്രോൾ കിട്ടും. അല്ലെ, നമുക്ക് വരുന്ന കോസ്റ്റുകളിൽ നമുക്കൊരു കൺട്രോൾ കിട്ടും, നമുക്ക് എംപ്ലോയീസിന്റെ കാര്യങ്ങളിൽ ഒരു കൺട്രോൾ കിട്ടും, എല്ലാ കാര്യങ്ങളും നമുക്കൊരു കൺട്രോൾ ലഭിക്കും ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്കും കിട്ടും. നമ്മളുടെ ഈ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വെച്ചിരുന്നത് 1,00,000 രൂപ എന്ന ബഡ്ജറ്റാണ്. സോ നമുക്ക് വന്നത് എത്രയാണെന്ന് നോക്കുക. 1,20,000 ആണെങ്കിൽ നമ്മൾ വെച്ച ബഡ്ജറ്റിൽ കൂടുതൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, വരുമാനം വന്നിട്ടുണ്ട് എന്ന് പറയാം. അതല്ല നമുക്ക് 1,00,000 മാത്രമാണ് കിട്ടിയതെങ്കിൽ നമ്മൾ പറയാം നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിന്റെ അത്രയും നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി അതല്ല 80,000 നമുക്ക് കിട്ടിയത്, നമ്മൾ എന്ത് പറയും, നമുക്ക് വെച്ചിരുന്ന ബഡ്ജറ്റിനേക്കാൾ കുറവാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റവന്യൂ എന്ന് നമുക്ക് കരുതാം. സോ നമ്മളൊരു ബഡ്ജറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കൺട്രോളും കിട്ടും, അതുപോലെ തന്നെ അതിൽ നിന്ന് നല്ലൊരു ഫീഡ്ബാക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ഓക്കെ, ഇനി ബഡ്ജറ്റിംഗ് കൺസെപ്റ്റിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒന്നെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എമംഗ് പ്ലാനിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ.
പ്ലാൻ ചെയ്യുന്നതിലും ബഡ്ജറ്റ് രൂപീകരിക്കുന്നതിലും അതിന്റെ പെർഫോമൻസിന്റെ ഇവാലുവേഷൻ ചെയ്യുന്നതിലും അല്ലേ നമുക്ക് എന്തുണ്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവർ തമ്മിൽ വളരെ അടുത്തൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ എന്തിരിക്കണം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ഇവാലുവേഷൻ ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇൻസെപ്പറേറ്റബിൾ എന്നാണ്. ഓക്കെ, ഇന്റർ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഒന്നിനൊന്ന് കണക്റ്റഡ് ആണ്, അതുപോലെ ഇൻസെപ്പറബിൾ ആണ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, വേർതിരിക്കാനും പറ്റില്ല. അത്രക്കും അവരടുത്തിരിക്കുന്ന ഓരോ പ്രോസസ്സിംഗ് ആണ് എന്തെന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുന്നത്, ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്, പെർഫോമൻസിന്റെ ഇവാലുവേഷൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. സോ ഞാനിവിടെ ഓരോ പോയിന്റ് വൈസ് പോയിന്റ് ആയിട്ട് പറയാം. മാനേജ്മെന്റ് ഡെവലപ്പ് ദ പ്ലാൻ വിച്ച് കൺസിസ്റ്റ് ഓഫ്, അല്ലെ മാനേജ്മെന്റ് എന്ത് ചെയ്യും, ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കാം, അവരെന്ത് ചെയ്യും, കമ്പനിയുടെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, റിസ്കുകൾ എന്തൊക്കെയാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യും, ഒരു പ്ലാൻ അവർ കൺസിഡർ ചെയ്തുണ്ടാക്കും. ഈ പ്ലാൻ അല്ലെ എ പ്ലാൻ ഡെവലപ്ഡ് ബൈ മാനേജ്മെന്റ് ലീഡ് ടു ഫോർമേഷൻ ഓഫ് ആനുവൽ പ്രോഫിറ്റ് പ്ലാൻ ഇസ് കോൾഡ് ബഡ്ജറ്റ്. ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാൻ അത് ഒരു വർഷത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു ഫോർമുലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് ലീഡ് ടു ഫോർമുലേഷൻ ഓഫ് എൻ ആനുവൽ പ്രോഫിറ്റ് പ്ലാൻ, അല്ലെ ഒരു ആനുവൽ പ്രോഫിറ്റ് പ്ലാനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പ്രോഫിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്? പ്രോഫിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പ്ലാൻസുകൾ അല്ലെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനുകളെ ക്വാണ്ടിറ്റേറ്റീവ് ടേമുകളിൽ അടയാളപ്പെടുത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. എന്താ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടേമുകൾ അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയും നമ്മുടെ കമ്പനിയുടെ അടുത്ത വർഷത്തെ സെയിൽസിന്റെ നിന്ന് കിട്ടുന്ന റവന്യൂ 1,00,000-ൽ കൂടുതൽ കൂടിയിരിക്കണം എന്ന് നമ്മൾ പറയും. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ടേമാണ്, അക്കങ്ങളിൽ പറയുക എന്നുള്ളതാണ്. അല്ലെ നമ്മൾ പറയും നമ്മുടെ കോസ്റ്റ്, നമുക്ക് വരുന്ന ചിലവുകൾ 1,00,000-ൽ താഴെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ എന്ത് പറയണം, നമ്മുടെ കമ്പനിക്ക് വരുന്ന മറ്റു ചെറിയ ചെറിയ ചിലവുകൾ എന്ത് ചെയ്യണം, വളരെ കുറഞ്ഞിരിക്കണം എന്ന് നമ്മൾ പറയണം. എത്ര കുറഞ്ഞിരിക്കണം, ഒരു 20,000 രൂപയിൽ താഴെ കുറഞ്ഞിരിക്കണം എന്ന് പറയണം. സോ ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ടേമുകളിൽ നമ്മൾ പ്ലാനുകൾ, ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനുകൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോഫിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നതോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് ആവശ്യമായ റിസോഴ്സുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനികളുടെ പെർഫോമൻസ് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഡിവിഷണൽ ബേസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനികളുടെ പെർഫോമൻസ് കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ പറയുന്നത് സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ കമ്പനി അടുത്ത വർഷം വളരണം എന്ന് പറഞ്ഞാൽ അത് വളർന്നോ ഇല്ലയോ എന്ന് അളന്നു നോക്കാൻ നമുക്ക് പറ്റില്ല. പകരം ഇതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസുകളാണ് പറയുന്നത് എങ്കിൽ, ഇപ്പൊ കമ്പനിയുടെ അടുത്ത വർഷം റവന്യൂ അല്ലെ വരുമാനം 1,00,000-ൽ കൂടുതൽ കൂടിയിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത വർഷം കഴിയുന്ന സമയത്ത് ഈ 1,00,000-ൽ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് വളർച്ചയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ടേമുകൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിലും ഡിവിഷനുകളാണെങ്കിലും കമ്പനിയുടെ പെർഫോമൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ മൂന്നാമത്തതാണ് ബഡ്ജറ്റ് ക്യാൻ ലീഡ് ടു ചേഞ്ചസ് ഇൻ പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ്. നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്ലാനുകളിലും സ്ട്രാറ്റജികളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അല്ലേ, നമ്മളൊരു പ്ലാനിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടും. പല ഭാഗങ്ങളിൽ നിന്ന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ബഡ്ജറ്റ് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് കോസ്റ്റ് 1,00,000 വരെ വന്നിട്ടുണ്ട് എന്നൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. അല്ലേ, 80,000 വരേണ്ട സമയത്ത് 1,00,000 രൂപ വരെ കോസ്റ്റ് ചിലവ് എനിക്ക് വന്നിട്ടുണ്ട് എന്നെനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഈ വർഷം പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിനനുസരിച്ച് ചിലവുകൾ കുറഞ്ഞ രീതിയിൽ വരേണ്ട രീതിയിലേക്ക് എന്ത് ചെയ്യും, ഞാൻ പ്ലാനുകൾ മാറ്റം വരുത്താൻ സാധിക്കും. എനിക്ക് എൻ്റെ ബഡ്ജറ്റുകൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ സാധിക്കും. അതിനനുസരിച്ച് എനിക്ക് എൻ്റെ പ്ലാനുകൾ തിരുത്തി എഴുതാനും ഈ പ്രാവശ്യത്തേക്ക് ഒരു ബെറ്റർ പ്ലാൻ എനിക്ക് എന്ത് ചെയ്യാനും പറ്റും, ക്രിയേറ്റ് ചെയ്യാനും പറ്റും. സോ പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും എന്താണ്, ഇന്റർ റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, അതുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ എന്തുവാണ് ഈ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ഇവാലുവേഷനും എന്താണ്, വളരെ ഇന്റർ റിലേറ്റഡും ഇന്റർ സെപ്പറേറ്റബിളും ആണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഒരിക്കലും ഒരു ബഡ്ജറ്റ് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ദ ബഡ്ജറ്റ് ഹാസ് ബീൻ അഡാപ്റ്റഡ് ഫോർ ദ കമ്മിങ് പീരീഡ് ആസ് ദ ഓർഗനൈസേഷൻ ക്യാരി ഔട്ട് ഇറ്റ്സ് പ്ലാൻ ടു അച്ചീവ് ദ ഗോൾസ് ഇറ്റ് ഹാസ് സെറ്റ്. അല്ലെ, നമ്മളൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് കമ്പനിക്ക് ആ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാനുകൾ ഗോൾ വഴി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാത്രമായിരിക്കും നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ നമ്മുടെ കമ്പനി നമ്മുടെ പ്ലാനിങ്സ് എന്ത് ചെയ്യാണ് ഒക്കെ കഴിഞ്ഞു, ബഡ്ജറ്റ് ചെയ്തു, അതിന്റെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക, കൃത്യമായ കൺട്രോൾ കിട്ടുക. നമ്മുടെ ആക്ച്വൽ റിസൾട്ട് നമ്മുടെ പ്രോഫിറ്റ് പ്ലാനുമായിട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ആക്ച്വൽ റിസൾട്ട് ആർ കമ്പയർഡ് ടു
പ്രോഫിറ്റ് പ്ലാൻ എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യും, നമുക്ക് ആക്ച്വൽ ആയിട്ട് റിസൾട്ട് വന്നിട്ടുണ്ടാകും. എനിക്ക് 1 ലക്ഷം രൂപ വരുമാനം വന്ന് കാണും, പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വേണം, അല്ലെങ്കിൽ 1,20,000 രൂപ വരെ എനിക്ക് വരുമാനം വേണം എന്നാണ് എൻ്റെ പ്രോഫിറ്റ് പ്ലാനിങ്. എനിക്ക് എൻ്റെ ആക്ച്വൽ റിസൾട്ടുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ 1,20,000 ഞാൻ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വന്നിരിക്കുന്ന ആക്ച്വൽ റിസൾട്ട് എത്രയാണ്, 1 ലക്ഷമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പ്രോഫിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ടൂൾ ആണ് എന്ന് കൂടി പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കൺട്രോളിങ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്, നമുക്ക് കൃത്യമായി അത് മെഷർ ചെയ്യാനും അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. ആക്ച്വൽ പെർഫോമൻസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. അതിനോടനുസരിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേക്കിംഗ് കൊറക്റ്റീവ് ആക്ഷൻസ്, നമുക്കത് തിരുത്തേണ്ട എന്താ ചെയ്യാം, നടപടിക്രമങ്ങളും നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഒരു റെഗുലറായിട്ട് മന്ത്ലിയോ ക്വാർട്ടർലിയോ നമ്മുടെ ആക്ച്വൽ റിസൾട്ട് നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് പ്ലാനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലർലി നമ്മുടെ കമ്പനിയുടെ ഒരു പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ചേഞ്ചസ്, അടുത്ത പോയിന്റ് ആണ്, ചേഞ്ചസ് കണ്ടീഷൻസ് ഡ്യൂറിങ് ദിസ് ഇയർ വിൽ ബി യൂസിങ് ദ പ്ലാനിങ് ഫോർ ദ നെക്സ്റ്റ് പീരീഡ്. അല്ലെ, ഈ പ്രാവശ്യം വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരുത്തി കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ്. ഇനി ഒരു ബഡ്ജറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ബഡ്ജറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ അഡ്വാൻറ്റേജ് ഓഫ് ബഡ്ജറ്റ് എന്നുള്ളത് 6 പോയിന്റുകളിലായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 6 പോയിന്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വിശദീകരിച്ച് നോക്കേണ്ടി വരും. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, പ്രൊമോട്ട് കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അല്ലെ, കമ്പനിയുടെ കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും ഇത് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്, പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക് ഓഫ് മെഷറിംഗ് പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാവുന്ന രീതിയിൽ നമുക്കൊരു ഫ്രെയിം വർക്ക് നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. മൂന്നാമത്തത്, പ്രൊവൈഡ് മോട്ടിവേഷൻ ഫോർ മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ടു അച്ചീവ് കമ്പനീസ് പ്ലാൻ. അല്ലെ, നമ്മുടെ കമ്പനീസിലെ മാനേജേഴ്സിനെയും എംപ്ലോയീസിനെയും എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. പ്രൊമോട്ട് ദ എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്. നമ്മുടെ കമ്പനിയുടെ ആവശ്യമുള്ള എല്ലാ റിസോഴ്സുകളും കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അഞ്ചാമത്തത്, പ്രൊവൈഡ് എ മീൻസ് ഓഫ് കൺട്രോളിംഗ് ഓപ്പറേഷൻസ്. നമ്മുടെ കൃത്യമായ ഓപ്പറേഷൻസുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ, അല്ലെ, പ്രൊവൈഡ് എ മീൻസ് ടു ചെക്ക് ഓൺ പ്രോഗ്രസ് ടുവാർഡ് ദ ഓർഗനൈസേഷണൽ ഗോൾ. നമ്മുടെ കമ്പനിയുടെ പരിപാടികൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രസ്സുകൾ ചെക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെ, നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. ഈ അഡ്വാൻറ്റേജുകൾ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പഠിക്കണം. കാരണം ഇത് ഏത് തരത്തിലാണ്, എങ്ങനെയൊക്കെയാണ് അത് എന്ത് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ഒന്നാമത്തത്, കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്കറിയാം, ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ എങ്ങനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റുകളുടെയും പ്രവർത്തനങ്ങൾ ഒരുപോലെ കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിലേക്ക് എന്ത് വരികയാണ്, ഒരുപോലെ വരികയാണ്. സോ നമ്മളൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് പ്ലാൻ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇത് ഫോളോ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ എല്ലാ ഇൻഡിവിജ്വൽ യൂണിറ്റുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരേ ഗോളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധ ചെലുപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, കൂടുതൽ അച്ചീവ് ചെയ്യും എന്നുള്ളതാണ്. അതല്ല, നമ്മളിങ്ങനെ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ കമ്പനിയിൽ ഓരോരുത്തരും ഓരോ അച്ചീവ്മെന്റ് ആയിരിക്കും. ഇപ്പൊ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ മാത്രം ശ്രമിക്കുകയായിരിക്കും. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് എന്താണ്, അവരുടെ കോസ്റ്റ് കുറക്കാനും ആയിരിക്കും അവർ ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യില്ല, കമ്പനിയുടെ ഓവറോൾ ആയിട്ടുള്ള ഗോളുമായിട്ട് അച്ചീവ് ചെയ്തു എന്ന് വരില്ല. കാരണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അവരുടെ കോസ്റ്റ് കുറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറയും. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഇത് എങ്ങനെയെങ്കിലും വിറ്റ് ചിലവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കുറയും. സോ ഇതൊന്നും നമ്മുടെ കമ്പനിയുടെ ഓവറോൾ ഗോളുമായിട്ട് എന്ത് ചെയ്യില്ല, മാച്ച് ആവില്ല. പകരം നമ്മുടെ മാനേജ്മെന്റ് എന്ത് ചെയ്യും, ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പറയും ഇത്ര പ്രൊഡക്ഷൻ മതി അല്ലെങ്കിൽ ഇത്ര സെയിൽസ് മതി എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പനിയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഒരേ ലക്ഷ്യത്തേക്ക്, കമ്പനിയുടെ ഓവറോൾ ആയിട്ടുള്ള ഗോളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതാണ്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പാർട്ടിംഗ് നോളജ് ഓഫ് ദോസ് ഗോൾസ് ടു ഓൾ എംപ്ലോയീസ് എന്നുള്ളതാണ്. നമ്മുടെ കമ്പനിയുടെ ഗോളിനെ കുറിച്ച്, നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി ഏതൊരു ലോ ലെവൽ എംപ്ലോയിലേക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ്, നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയും നമ്മുടെ സെയിൽസ് റവന്യൂ ഇത്ര വേണം. സോ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇത്ര എന്ത് വേണം, വരുമാനങ്ങൾ വേണം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഒരു ടാർഗറ്റ് കിട്ടും.
സോ നമ്മുടെ കമ്പനിയിലെ ഓരോരോ ലോ ലെവൽ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഓരോ ലോ ലെവൽ എംപ്ലോയീസിന് പറയാം നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം ഇതാണ് എന്നുള്ളത്. ഓക്കെ, സോ അത് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്. എങ്ങനെ നമ്മുടെ കമ്പനിയുടെ എല്ലാ ലെവലിലുള്ള എംപ്ലോയീസിലേക്ക് എന്താണ് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ കൂടിയാണ് ഈ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ സെയിൽസ് മാനേജർ എന്ത് പറയാണ്, അവരുടെ സെയിൽസിന്റെ പ്രൊഡക്ഷൻ മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ പ്രൊഡക്ഷൻ മാനേജർക്ക് എന്ത് മനസ്സിലാവും, ഈ പ്രാവശ്യം എത്ര കൃത്യമായിട്ട് വർക്കുകൾ ഉണ്ടാക്കണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ പ്രൊഡക്ഷൻ മാനേജർക്ക് സെയിൽസ് മാനേജർ അങ്ങനെ ഒരു സെയിൽസ് പ്രൊഡക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, എല്ലാ ബ്രാഞ്ചിലെ മാനേജേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എത്രയാണ് ഓരോ ബ്രാഞ്ചിലും സെയിൽസ് വരുന്നത്, അതിനനുസരിച്ചുള്ള ഒരു സെയിൽസ് പ്രൊജക്റ്റ് ആയിരിക്കും ആരുണ്ടാക്കിയിട്ടുണ്ടാവുക, സെയിൽസ് മാനേജർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഈ സെയിൽസ് മാനേജർ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും ആര് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഇടയിൽ ഒരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ കൂടി വരും. ഏത് കാരണം, ബഡ്ജറ്റ് കാരണം എന്നുള്ളത്. അതാണ് ബഡ്ജറ്റിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്, കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. രണ്ടാമത്തത് നമ്മുടെ ബഡ്ജറ്റിന്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് മെഷറിംഗ് പെർഫോമൻസ് എന്നുള്ളത്. നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ്, നമ്മളൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു 1 ലക്ഷം രൂപയാണ് നമ്മുടെ കമ്പനിയുടെ അസാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ റവന്യൂ വരേണ്ടത്. 1 ലക്ഷം രൂപയാണ് ഒരു മാസത്തേക്ക് എന്ന് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഒരു മാസം കഴിയുന്ന സമയത്ത് എന്താണ് നമ്മുടെ കമ്പനിയുടെ ആക്ച്വൽ ആയിട്ട് വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് നമുക്ക് കിട്ടും. ഈ ആക്ച്വൽ ആയിട്ട് വന്നിരിക്കുന്ന റിസൾട്ടും നമ്മൾ ഓൾറെഡി ബഡ്ജറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുമായിട്ട് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ ബഡ്ജറ്റിങ്ങിന്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള മെഷറിംഗ് പെർഫോമൻസ് പറയുന്നത്. സോ നമ്മുടെ ഈ വർഷത്തെ കറന്റ് ഇയർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിനേക്കാൾ എന്തായിരിക്കും, ഒരു ബെറ്റർ ബെഞ്ച് മാർക്കിംഗ് ആയിരിക്കും. സോ ലാസ്റ്റ് ഇയറിനേക്കാൾ ഒരു ബെറ്റർ ബെഞ്ച് മാർക്കിംഗ് ആയിരിക്കും ഈ ഇയറിലെ നമ്മുടെ കറന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യാനും നമുക്കതിലെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും അല്ലേ. ഒരിക്കലും നമ്മുടെ പഴയ ബഡ്ജറ്റ് എന്തായിരിക്കില്ല, ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതൊരു മെഷർമെന്റ് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കറന്റ് ഇയറിലെ ബഡ്ജറ്റ് എടുത്ത് നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വാലുവേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. കറന്റ് ഇയറിലെ ബഡ്ജറ്റും കറന്റ് ഇയറിലെ ആക്ച്വൽ റിസൾട്ടും നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പനിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ. ഇനി നമ്മുടെ ബഡ്ജറ്റിന്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്, മോട്ടിവേറ്റിംഗ് മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ്. നമ്മുടെ കമ്പനിയുടെ മാനേജേഴ്സിനെയും എംപ്ലോയീസിനെയും ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിൽ കൂടി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, നമ്മുടെ കമ്പനി ഒരു ചലഞ്ചിങ് ബഡ്ജറ്റാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക അല്ലെ. നമ്മുടെ കമ്പനി പറയുന്നത് ഇത്രയും അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കമ്പനിയുടെ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത് എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യും, വല്ലാതെ അവരുടെ പെർഫോമൻസിൽ ഇമ്പ്രൂവ് ചെയ്യും. കാരണം ആരും തോൽക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. സോ അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നൊരു വാശി, ഒരു കമ്മിറ്റ്മെന്റ് അവർക്ക് വരും, എംപ്ലോയീസിന് വരും. അപ്പൊ നമ്മളൊരു ചലഞ്ചിങ് ബഡ്ജറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അല്ലെ, അവരെ കൂടെ കൺസിഡർ ചെയ്ത് നമ്മളൊരു ചലഞ്ചിങ് ബഡ്ജറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അത് എംപ്ലോയീസിന്റെ പെർഫോമൻസിന് എന്ത് ചെയ്യും, കൂടുതൽ ഇംപ്രൂവ് ചെയ്യിക്കും, അവരെ കൂടുതൽ കമ്മിറ്റ്മെന്റ് ആക്കി മാറ്റും. ഇതെന്ത് ചെയ്യും, കമ്പനിയുടെ ഓവറോൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കമ്പനി അങ്ങനെ ചലഞ്ചിങ് ബഡ്ജറ്റ് വെക്കുമ്പോൾ ഒരു എംപ്ലോയിയും താൻ എന്താണെന്ന് വിചാരിക്കില്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യാതിരിക്കണം, തോൽക്കണമെന്ന് കരുതില്ല. സോ അവരെന്ത് ചെയ്യും, മാക്സിമം അവരുടെ ഇൻപുട്ട് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, നല്ല വർക്ക് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്യും. അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഓവറോൾ ആയിട്ടുള്ള കമ്പനിയുടെ എന്ത് കിട്ടും, ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഈ ഗോൾ എന്ന് പറയുന്ന സാധനം അവർക്ക് അച്ചീവബിൾ ആകുന്ന ഒരു റേഞ്ച് ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അവർ ഡീമോട്ടിവേറ്റഡ് ആയിരിക്കും. ഇപ്പൊ ഞാനൊരു ബ്രാഞ്ചിലെ മാനേജറാണ്, എനിക്കൊരു ആവറേജ് സെയിൽസ് 80 ഉണ്ട്, എന്നോട് കമ്പനി പറയുന്നത് ഒരു 90 അച്ചീവ് ചെയ്യാനാണ്. സോ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു 90 വരെ സെയിൽസ് നടത്താൻ സാധിക്കും. അതേസമയം എനിക്കൊരു ആവറേജ് 80 ആണ് എന്റെ സെയിൽസ് എന്ന് കരുതുക, കമ്പനി ബഡ്ജറ്റ് ഇട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് 180 സെയിൽസ് നടത്താനാണ്. എന്നെ കൊണ്ട് അത് ഒരിക്കലും സാധിക്കില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലാവും. ആ സമയത്ത് ഞാൻ എന്താവും, ഡീമോട്ടിവേറ്റഡ് ആവും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയ്യോ ഇതെനിക്ക് സാധിക്കാൻ സാധിക്കില്ലല്ലോ, എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്തായി പോകും, ഡീമോട്ടിവേറ്റഡ് ആയി പോകും. സോ ഇത്തരം ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഗോൾസ് എന്തായിരിക്കണം, എംപ്ലോയീസിന് അച്ചീവബിൾ ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ കമ്പനിയുടെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് എന്നുള്ളത്. ഇനി നമ്മൾ നാലാമത്താണ് പറയുന്നത്, എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ കമ്പനിയുടെ റിസോഴ്സുകൾ അല്ലെ, അതിനെന്താ ചെയ്യുക, കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നത്,
നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനും അല്ലെ, നമ്മുടെ കമ്പനിയുടെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റുകൾക്കും ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റുകൾക്കും എത്ര റിസോഴ്സുകൾ ആവശ്യമുണ്ട്, അതിന് എത്ര രൂപ വരെ നമുക്ക് ആവശ്യം വരും എന്ന കൃത്യമായ ഡാറ്റ അവർ കളക്ട് ചെയ്യും. അപ്പോൾ അതിനുശേഷമാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആക്ച്വൽ ആയിട്ട് റിസൾട്ട് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് നമ്മുടെ അലോക്കേഷൻസ് ഒക്കെ വളരെ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. സോ അവർ പറയും നമ്മൾ ഇത്രയും സെയിൽസ് ആണ് ഉണ്ടാക്കുന്നത്, ഇത്രയും പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യണം, എന്നാലേ ഇത്രയും സെയിൽസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഇത്രയും പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും മെറ്റീരിയൽസ് വേണം, ഇത്രയും ലേബേഴ്സ് വേണം. അപ്പൊ ഇത്രയും മെറ്റീരിയൽസിന് ഇത്ര കോസ്റ്റ് ആകും, ഇത്രയും ലേബേഴ്സിന് ഇത്ര കോസ്റ്റ് ആകും എന്ന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ ആദ്യമേ സാധിക്കും ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് എന്നുള്ളത് കൊണ്ട്. ഇങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായി നല്ല ഡിസിഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നല്ല പ്രോഫിറ്റബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മളിങ്ങനെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറയും ഇത്രയും റിസോഴ്സസ് വേണം. സോ ഇത്രയും റിസോഴ്സസ് നമുക്ക് ഏറ്റവും നല്ല കുറഞ്ഞ കോസ്റ്റിൽ ഏറ്റവും നല്ല യൂസബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആദ്യമേ അവർ എന്ത് ചെയ്യും, ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആയിട്ട് മാറും എന്നുള്ളതാണ്. സോ എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബഡ്ജറ്റിങ്ങിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അല്ലെ, എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ്, എന്തൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അലോക്കേറ്റ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ബഡ്ജറ്റിന്റെ നാലാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് പറയുന്നത്. ഇനി ഇതിന്റെ അഞ്ചാമത്തെ അഡ്വാൻറ്റേജ്, അല്ലെ, 5ഉം 6ഉം ഞാൻ ഒരുമിച്ചാണ് പറയുന്നത്. കാരണം കൺട്രോളിംഗ് ഓപ്പറേഷൻസ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രോഗ്രസ് ടുവേർഡ്സ് ഗോൾസ് എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും. അല്ലെ, കൺട്രോളിംഗ് ഓപ്പറേഷൻസ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രോഗ്രസ് ടുവേർഡ്സ് ഗോൾസ്. നമ്മുടെ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾഡ് ആണോ, നമ്മുടെ കയ്യിൽ തന്നെയാണോ നിൽക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമുക്കൊരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും, ടൂൾസ് ഉണ്ടാകും, അല്ലെ, സിസ്റ്റത്തിലൊക്കെ ടൂൾസ് ഉണ്ടാകും. ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ കമ്പനി ബഡ്ജറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണോ നമ്മൾ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാൻ സാധിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് പ്രൊസീജിയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ടൂൾസ് ഉണ്ടാവും. ആ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്ത് നോക്കാൻ പറ്റും. അല്ലെ, നമ്മൾ 1 ലക്ഷം രൂപ റവന്യൂ വെച്ചിട്ടുണ്ട്. സോ കമ്പനി ഒരു മാസം കഴിഞ്ഞ സമയത്ത് 1 ലക്ഷം രൂപ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്ത് അത് നമ്മുടെ കൺട്രോളിൽ തന്നെയാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ചെക്കിംഗ് ഓൺ പ്രോഗ്രസ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഈ കൺട്രോളിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നതിന്റെ പ്രോഗ്രസ് ചെക്കിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വേരിയൻസ് അനാലിസിസ് ഒക്കെ, അല്ലെ, നമ്മുടെ ആക്ച്വലും സ്റ്റാൻഡേർഡും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, വേരിയൻസ് അനാലിസിസ് എന്ന പോർഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ വേരിയൻസ് അനാലിസിസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പനി ഫേവറബിൾ ആയിട്ടാണോ അൺഫേവറബിൾ ആയിട്ടാണോ മൂവ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതിന് വരുന്ന പ്രധാന കാരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ സെഷൻ സിയിൽ വേരിയൻസ് അനാലിസിസ് എന്ന പോർഷനിൽ നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓരോന്നും മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡുകളൊക്കെ കൃത്യമായിട്ട് ആക്ച്വലും നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കി ആ വേരിയൻസ് എന്താണെന്ന് മനസ്സിലാക്കി ആ വേരിയൻസ് എന്ത് കാരണം കൊണ്ട് വന്നതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രോഗ്രസ് എത്രത്തോളമായി നമുക്ക് ഇടയ്ക്കിടെ ചെക്ക് ചെയ്യാനും സാധിക്കും. ഇതും എങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ഇതും ബഡ്ജറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, കൺട്രോളിംഗ് ഓപ്പറേഷൻസ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രോഗ്രസ് ടുവാർഡ്സ് ഗോൾസ് എന്നുള്ളത്. സോ നമ്മുടെ ബഡ്ജറ്റിന്റെ 6 അഡ്വാൻറ്റേജസുകളും പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ടൈം ഫ്രെയിം ഓഫ് എ ബഡ്ജറ്റ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ ബഡ്ജറ്റിന്റെ ഒരു ടൈം ഫ്രെയിം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. സോ പ്രോഫിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് പീരീഡിന് നമ്മൾ കോമൺ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ബഡ്ജറ്റാണ്, അല്ലെ. നമ്മളൊരു സെറ്റ് ഓഫ് ടൈമിനാണ്. കോമൺലി ഇത് 1 വർഷത്തേക്കാണ് സാധാരണ ചെയ്യാറ്. ഓക്കെ, സാധാരണ രീതിയിൽ ഇത് 1 വർഷത്തെ ബഡ്ജറ്റാണ് നമ്മൾ സാധാരണ പ്രോഫിറ്റ് പ്ലാൻ, അല്ലെ, ഒരു ആനുവൽ പ്രോഫിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ 1 വർഷത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. സോ പ്രോഫിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ജനറലി ഒരു പീരീഡ് ഓഫ് ടൈമിന് മാത്രം ഉണ്ടാക്കുന്നതായിരിക്കും. കോമൺലി നമ്മൾ അത് 1 വർഷത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇത് മന്ത് ബേസിൽ ഉണ്ടാക്കുന്നവരുണ്ട്, ക്വാർട്ടർ ബേസിൽ പോസിബിളി ഉണ്ടാക്കുന്നവരും ഉണ്ട്. പക്ഷെ കോമൺലി ഇത് 1 വർഷത്തേക്കാണ് ഉണ്ടാക്കാറ് ഉള്ളത്. ഇത് ഉണ്ടാക്കുന്ന സമയം യൂഷ്വലി ദ പ്രോഫിറ്റ് പ്ലാൻ ഇസ് ഡെവലപ്ഡ് ഫോർ ദ സെയിം ടൈം പീരീഡ് കൺവേർട്ടഡ് ബൈ എ കമ്പനീസ് ഫിസിക്കൽ ഇയർ. ഒരു കമ്പനിയുടെ ഫിസിക്കൽ ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് സാധാരണ ഇത് എന്ത് ചെയ്യാറ്, ക്രിയേറ്റ് ചെയ്ത് വെക്കാറ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമ്മുടെ ഫിസിക്കൽ ഇയർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ജനുവരി മുതൽ ഡിസംബർ വരെയാണ്. സോ നമ്മൾ ഉണ്ടാക്കുന്ന ബഡ്ജറ്റ് എപ്പോഴും എന്തായിരിക്കും, ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന ഒരു 1 ഇയർ ബഡ്ജറ്റ് ആയിരിക്കും പൊതുവെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരേ സമയത്താണ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആക്ച്വലും നമ്മുടെ ബഡ്ജറ്റും തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു. ഡിസംബർ കഴിഞ്ഞ ശേഷം നമുക്ക് ആക്ച്വൽ റിസൾട്ടുകൾ കിട്ടിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ആക്ച്വൽ റിസൾട്ടും ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റും നമുക്ക് കമ്പാരിസൺ ചെയ്ത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ ചെയ്യാൻ സാധിക്കും. അതിന് പകരം നമ്മൾ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള ഒരു ആക്ച്വൽ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്ത് ചെയ്യും, അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇനി എല്ലാ ബഡ്ജറ്റുകളും ഉണ്ടാക്കുന്നത് ഒരു കണ്ടിന്യൂസ് ബേസിസിലാണ് എന്നുള്ളതാണ്. എന്താണ് ഈ കണ്ടിന്യൂസ് ബേസിസ്? ബഡ്ജറ്റ് കവേഴ്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഒരു മന്തിന്റെ ബേസിലോ അല്ലെങ്കിൽ ക്വാർട്ടറിന്റെ ബേസിലോ അല്ലെങ്കിൽ ഇയറിലോ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ബഡ്ജറ്റുകൾ ഉണ്ടാക്കുന്നത്. സോ കണ്ടിന്യൂസ് ബേസിസ് എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. ഇതിന് നമുക്ക് റോളിംഗ് ബഡ്ജറ്റ് എന്നോ കണ്ടിന്യൂസ് ബഡ്ജറ്റ് എന്നോ വിളിക്കാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മൾ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആകുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് ജനുവരി എന്ന മാസം എടുത്ത് ഒഴിവാക്കി പകരം ഡിസംബറിന് ശേഷമുള്ള ജനുവരിയിലേക്ക് പുതിയ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് എപ്പോഴും 12 മാസത്തെ ബഡ്ജറ്റ് ഓഫ് പീരീഡ് അല്ലെ 12 മാസത്തെ ബഡ്ജറ്റ് പീരീഡ് കീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റോളിംഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു പൊസിഷനിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് എപ്പോഴും എന്തുണ്ടാകും, നമ്മുടെ കയ്യിൽ 12 മാസത്തെ ഒരു ആനുവൽ പ്രോഫിറ്റ് പ്ലാൻ ആയിട്ടുള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എപ്പോഴായിരിക്കും, ജനുവരി മുതൽ ഡിസംബർ വരെ ആയിരിക്കും. പക്ഷെ ജനുവരി മാസം കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കഴിഞ്ഞു പോയ ജനുവരി എടുത്ത് ഒഴിവാക്കും, പകരം ഡിസംബറിന് ശേഷം അടുത്ത ജനുവരിയിലേക്കുള്ള ബഡ്ജറ്റുകൾ ചെയ്ത് അത് ഇതിന്റെ കൂടെ എന്ത് ചെയ്തിരിക്കും, ആഡ് ചെയ്തിരിക്കും. ഇത്തരം ബഡ്ജറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോളിംഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി റോളിംഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബഡ്ജറ്റിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇത് എപ്പോഴും എന്തായിരിക്കും, ഒരു വർഷത്തേക്കുള്ളതായിരിക്കും. അതിൽ കുറഞ്ഞൊരു ബഡ്ജറ്റ് ഈ കണ്ടിന്യൂസ് ബഡ്ജറ്റുകളിൽ എന്തായിരിക്കില്ല, ഉണ്ടായിരിക്കില്ല. കാരണം നമ്മൾ ഒന്ന് കഴിയുന്ന സമയത്ത് തന്നെ അതിന് തൊട്ട് ബാക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത് എപ്പോഴും എന്തായിരിക്കും, ഒരു വർഷത്തേക്കുള്ളതായിരിക്കും അല്ലെ. എപ്പോഴും ഇതിൽ എന്തുണ്ടായിരിക്കും, അടുത്ത 12 മാസത്തേക്കുള്ള ബഡ്ജറ്റിന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ എന്തായിരിക്കും, ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അല്ലെ, ഒരു അപ് ടു ഡേറ്റ് ബഡ്ജറ്റ് ആയിരിക്കും. എന്താണ് ഈ അപ് ടു ഡേറ്റ് ആവാനുള്ള കാരണം? നമ്മൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ജനുവരി എടുത്ത് ഒഴിവാക്കി ഇനി വരുന്ന ഡിസംബറിന് ശേഷം വരുന്ന ജനുവരിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ബഡ്ജറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഇതിൽ ആവശ്യമായ എല്ലാ മാറ്റങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുത്തുന്നതും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അപ് ടു ഡേറ്റിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും നമ്മുടെ ഏത്, കണ്ടിന്യൂസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് വളരെയധികം അറ്റൻഷൻ ആവശ്യമുള്ള അല്ലെ, ഫുൾ ബഡ്ജറ്റ് പീരീഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സ് അപ്പൊക്കൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ മാനേജേഴ്സ് ഇസ് മോർ ലൈക്ലി ടു പേ അറ്റൻഷൻ ടു ദ ബഡ്ജറ്റഡ് ഓപ്പറേഷൻസ് ഫോർ ദ ഫുൾ ബഡ്ജറ്റഡ് പീരീഡ്. അവരെന്ത് ചെയ്യണം, ഓപ്പറേഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധയോടെ നോക്കി അതിനനുസരിച്ച് വേണ്ടി അപ്പൊക്കൊപ്പം എന്ത് ചെയ്യണം, ബഡ്ജറ്റുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും എന്നതുകൊണ്ട് അവർക്ക് വളരെയധികം അറ്റൻഷൻസ് ആവശ്യമുള്ള വളരെ കൃത്യമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തേക്കാവുന്ന ഒരു ബഡ്ജറ്റാണ് ഏത്, അഡ്വാൻറ്റേജ് ഓഫ് കണ്ടിന്യൂസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും എന്തായിരിക്കും, ഒരു ലോങ് ടേം ബഡ്ജറ്റ് ആയിരിക്കും. സോ അടുത്ത വർഷം വരാൻ പോകുന്ന വർഷത്തേക്കുള്ള എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള ഓപ്പറേഷൻ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അച്ചീവ് ചെയ്തെടുക്കേണ്ടി വരും. സോ നമുക്ക് എപ്പോഴും എന്തായിരിക്കും, ഇതൊരു ലോങ് ടേം ബഡ്ജറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന മെത്തേഡുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ബഡ്ജറ്റുകൾ ഏതൊക്കെ രീതികളിലാണ് ഉണ്ടാക്കുന്നത്? ബഡ്ജറ്റുകൾ ഉണ്ടാക്കുന്നത് 3 രീതികളിലായിട്ടാണ്. 3 രീതികൾക്കും 3 സ്വഭാവങ്ങളാണ്. സോ നിങ്ങൾ ഈ 3 രീതികളിൽ അതിന്റെ 3 സ്വഭാവങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജുകളും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കുകയും വേണം എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 3 രീതികളുള്ളത്? മെത്തേഡ് ഓഫ് ഡെവലപ്പിംഗ് ദ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 3 രീതികളാണ്. പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ്, അതോറിറ്റേറ്റീവ് ബഡ്ജറ്റ്, കൺസൾട്ടേറ്റീവ് ബഡ്ജറ്റ് എന്നിങ്ങനെ. പാർട്ടിസിപ്പേറ്റീവ്, അതോറിറ്റേറ്റീവ്, കൺസൾട്ടേറ്റീവ് എന്നിങ്ങനെ 3 ബഡ്ജറ്റുകളാണ് ഉള്ളത്. ഞാൻ ആദ്യം 3ന്റെയും ഒരു സ്വഭാവ രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് അതിന്റെ 3ന്റെയും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും അല്ലെ, അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കണം. കാരണം
മൂന്നിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കാവുന്ന രീതിയിലേക്ക് വരുന്ന ബഡ്ജറ്റുകളാണ്. സോ മെത്തേഡ് ഓഫ് ഡെവലപ്പിംഗ് ബഡ്ജറ്റിലെ ആദ്യത്തേത്